ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലും വോട്ട് ക്രമക്കേട് ഉണ്ടായി എന്ന LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ആരോപണത്തെ പിന്തുണച്ച് കോൺഗ്രസും. വിഷയത്തിൽ കോൺഗ്രസും അന്വേഷണം നടത്തുന്നുണ്ടെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. എന്നാൽ രാജ്യത്തെ നടുക്കിയ സംഭവവികാസങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽജി ആ കാര്യങ്ങൾ നേരത്തെ ഉന്നയിക്കുന്നതാണ്. തൃശ്ശൂരിൽ മാത്രം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ കാര്യങ്ങളാണ് തൃശ്ശൂർ DCC പറഞ്ഞിട്ടുള്ളത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ ഞങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്നു. ഡൽഹിയിൽ തന്നെ അത് കണ്ടത്. ഞങ്ങൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നുവെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജ 24നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് വോട്ടർ പട്ടിക പരിശോധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരാതി ഞങ്ങൾ കളക്ടർക്ക് കൊടുത്തതാണ്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ എടുത്തൊരു നിലപാട്, വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക എന്ന് പറയുന്നത് നിർവാഹമല്ല, അതുകൊണ്ട് വോട്ട് ചെയ്യിക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് അദ്ദേഹം എത്തി. ഒരു സ്വതന്ത്രമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ വേണം. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ പാർലമെൻറ്റ് സെഗ്മെൻറ്റിൽ 7 അസംബ്ലി സെഗ്മെൻ്റാണ് ഉള്ളത്. ആ 7 അസംബ്ലി സെഗ്മെൻറ്റിലെ ഈ വോട്ടർ പട്ടിക പരിശോധിച്ച് ഇതിനനുബന്ധമായ തെളിവുകൾ ഞങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തുവിടും. തൃശൂരിലെ വ്യാജ വോട്ട് ആരോപണത്തിൽ CPI നേതാവ് VS സുനിൽകുമാറിനെ അധിക്ഷേപിച്ച് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് രംഗത്ത് വന്നു. സുനിൽകുമാറിന് മാനസിക രോഗം ആണ് എന്നായിരുന്നു പരാമർശം. അദ്ദേഹത്തിനെ ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു മാനസിക രോഗം പിടിപെട്ടിരിക്കുകയാണ്. പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറാവണം. പരാജയത്തെ പരാജയമായി കാണുവാൻ സാധിക്കാത്തത് രോഗമാണ്. സുനിൽകുമാറിനെയും UDFനെയും ബാധിച്ചിരിക്കുന്ന രോഗം അതാണ്. ശ്രീ സുരേഷ് ഗോപി MP വിജയത്തെ അംഗീകരിക്കുവാൻ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും സാധിക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്നത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. സൂരജ്, ഈ വോട്ട് ക്രമക്കേട് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണല്ലോ കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിലും ഈ കൃത്രിമ വോട്ടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് VS സുനിൽകുമാർ, അന്നത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി, വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. അതിനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസും രംഗത്ത് വന്നിരിക്കുന്നു. എങ്ങനെയാണ് ഈ കള്ളവോട്ട് വിവാദം നിലവിലെ സാഹചര്യത്തിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ചർച്ചാ വിഷയമാകുന്നത്? എന്താണ് മുന്നണികളും നേതാക്കളും സ്വീകരിക്കുന്ന ഒരു നിലപാട്? രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് തൊട്ടു പിന്നാലെ തൃശ്ശൂരിലും സമാനമായ സാഹചര്യം രൂപപ്പെട്ടിരുന്നുവെന്ന VS സുനിൽകുമാറാണ് ആദ്യഘട്ടത്തിൽ ആരോപണം ഉന്നയിക്കുന്നത്. പിന്നാലെ അദ്ദേഹം LDF തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയടക്കം പുറത്തുവിടുകയും ചെയ്തു. ഇതോടുകൂടിയാണ് കോൺഗ്രസും ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. അവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ തങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. തൃശ്ശൂരിലെ ചില ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആലത്തൂർ മണ്ഡലത്തിലടക്കം വോട്ടുകൾ ഇങ്ങോട്ടേക്ക് മാറ്റിച്ചേർത്തു എന്നുള്ളതാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആരോപണം. ആ സമയത്ത് ജില്ലാ കളക്ടർ ശ്രദ്ധയിൽ ഇത് പെടുത്തിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ സ്വതന്ത്ര അന്വേഷണം വേണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. മറുതലക്കലിൽ BJP ആകട്ടെ സുനിൽകുമാറിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ കോരിച്ചൊരിഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തിയത്. BJPയുടെ ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് സുനിൽകുമാറിന് മാനസിക രോഗമാണ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സുരേഷ് ഗോപിയുടെ വിജയം ഇപ്പോഴും LDFനും UDFനും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അതിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളും ആരോപണങ്ങളുമാണ് ഇപ്പോഴും ഉള്ളത്. സുരേഷ് ഗോപിയുടെ വിജയത്തെ ഇനിയെങ്കിലും അംഗീകരിക്കാൻ കഴിയണം എന്നുള്ളതാണ് BJP ഉയർത്തുന്ന രാഷ്ട്രീയ മറുപടി. എന്തായാലും തൃശ്ശൂരെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ LDFും UDFും തൃശ്ശൂരിൽ വോട്ടിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന ആരോപണം ശക്തമായി ഉന്നയിക്കുന്നു. അതിലൊരു അന്വേഷണം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. മറുതലക്കൽ BJP ആകട്ടെ ഇതൊരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. ഗോപികൃഷ്ണൻ.